ആണ് പുറത്തുവരുന്നത്. അതുപോലെ തന്നെ നിരവധി വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കാനുണ്ട്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് വീണ്ടും കോളറ മരണം. ആലപ്പുഴ കോളറ ബാധിച്ച് ചികിത്സയിലായിരുന്നയാൾ മരിച്ചത് തലവടി നീരേറ്റുംപുറം സ്വദേശി രഘു. മലപ്പുറം കാളിക്കാവിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന കടുവയെ പിടിക്കാനുള്ള ദൗത്യം ആരംഭിച്ച വനംവകുപ്പ്. തെരച്ചിൽ 3 സംഘങ്ങളായി തിരിഞ്ഞ് മുത്തങ്ങയിൽ നിന്നുള്ള കുങ്കിയാനകളും ദൗത്യത്തിൽ. പ്രദേശത്ത് സ്ഥാപിച്ച 50 ക്യാമറകൾ സ്ഥാപിച്ചു. കടുവയുടെ സാന്നിധ്യമുള്ള സ്ഥലം കണ്ടെത്താനാകുമെന്ന് പ്രതീക്ഷ. നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ CISF ഉദ്യോഗസ്ഥർ കാറിടിച്ചത് കൊല്ലാൻ തന്നെയെന്ന് പോലീസ്. CISF ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്താനുള്ള സാഹചര്യം പോലീസ് പരിശോധിക്കും. ഐവിൻ ജിജോയുടെ സംസ്കാരം ഇന്ന്. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ ബെയിലിൻ ദാസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ബെയിലിൻ ദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ജില്ലാ സെഷൻസ് കോടതി ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെ. അറസ്റ്റിൽ സന്തോഷമുണ്ടെന്ന് മർദ്ദനമേറ്റ അഭിഭാഷകൻ. സോഫിയ ഖുറേഷിക്കെതിരായ വിവാദ പരാമർശത്തിൽ BJP മന്ത്രി വിജയ് ഷായുടെ ഹർജി സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഹർജി പരിഗണിക്കുക ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ച്. മാധ്യമങ്ങൾ വിഷയങ്ങൾ വളച്ചൊടിച്ചെന്നും തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും ആവശ്യം. ഹർജിയിൽ ഇന്ന് വിശദമായ വാദം കേൾക്കും.